എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നത് ഏറ്റവും നല്ല മനുഷ്യരാകുന്നതെന്ന്? മറ്റുള്ളവർക്കു വേണ്ടി സ്വന്തം ജീവിതവും സമയവും സന്തോഷവും മാറ്റിവെക്കുന്നവർക്കെപ്പോഴും കണ്ണുനീർ മാത്രം ബാക്കിയാകുന്നത് എന്തുകൊണ്ടാണ്? മറ്റുള്ളവരെ ചതിക്കുന്നവരും തങ്ങളുടെ കാര്യം മാത്രം നോക്കുന്നവരും വളരെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കുമ്പോൾ എല്ലാവർക്കും നന്മ മാത്രം വരണമെന്ന് ആഗ്രഹിക്കുന്നവർ എപ്പോഴും വഞ്ചിക്കപ്പെടുകയും തഴയപ്പെടുകയും ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇതൊരു യാദൃച്ഛികതയല്ല. മനുഷ്യസമൂഹത്തിന്റെ വളരെ സങ്കീർണമായൊരു മനഃശാസ്ത്രമാണിത്. നമ്മൾ കുട്ടികളായിരിക്കുമ്പോൾ മുതൽ നമ്മുടെ മാതാപിതാക്കളും അധ്യാപകരും സമൂഹവും നമ്മെ പഠിപ്പിക്കുന്നത് എപ്പോഴും നല്ലവരായിരിക്കണം, മറ്റുള്ളവരെ സഹായിക്കണം, സ്വന്തം കാര്യം നോക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗം ചെയ്യണം എന്നൊക്കെയാണ്. ഈ ഉപദേശങ്ങൾ കേട്ട് വളരുന്ന ഒരു വ്യക്തി പിന്നീട് സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ അയാൾ കരുതുന്നത് താൻ എല്ലാവരോടും നന്നായി പെരുമാറിയാൽ തിരിച്ചെല്ലാവരും തന്നോടും അങ്ങനെ തന്നെ പെരുമാറുമെന്നാണ്. എന്നാൽ യാഥാർത്ഥ്യം അതല്ല. നിങ്ങൾ എത്രത്തോളം നല്ലവനാകുന്നുവോ അത്രത്തോളം ഈ സമൂഹം നിങ്ങളെ ചൂഷണം ചെയ്യാൻ തുടങ്ങും. നിങ്ങളുടെ നന്മയെ അവർ നിങ്ങളുടെ ദൗർബല്യമായി കാണും. എന്തു പറഞ്ഞാലും കേൾക്കുന്ന, ആരോടും എതിർത്ത് സംസാരിക്കാത്ത, സ്വന്തം ആവശ്യങ്ങൾ മാറ്റിവെച്ച് മറ്റുള്ളവർക്കു വേണ്ടി ഓടുന്ന ഒരാളെ വളരെ എളുപ്പത്തിൽ ഉപയോഗിക്കാൻ സാധിക്കുമെന്ന് മറ്റുള്ളവർക്ക് നന്നായി അറിയാം. അതുകൊണ്ടാണ് എപ്പോഴും നല്ല മനുഷ്യർ വീണ്ടും വീണ്ടും കഷ്ടപ്പാടുകളിലേക്ക് വീണുപോകുന്നത്. നന്മ ചെയ്യരുത് എന്നല്ല ഇതിനർത്ഥം, മറിച്ച് അമിതമായ നന്മ നിങ്ങളെ എങ്ങനെയെല്ലാം നശിപ്പിക്കും എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഈ വിഷയത്തിലേക്ക് കൂടുതൽ ആഴത്തിൽ കടക്കുന്നതിനു മുൻപ് ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഓരോ പ്രതികരണവും ഇത്തരം കൂടുതൽ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ വലിയ പ്രചോദനമാണ്. ഇനി നമുക്ക് നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് വരാം. ഭാരതം കണ്ട ഏറ്റവും മികച്ച തന്ത്രജ്ഞനും പണ്ഡിതനുമായ ചാണക്യൻ ഈ വിഷയത്തെക്കുറിച്ച് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഒരു പ്രകൃതിയിലെ ഉദാഹരണത്തിലൂടെയാണ് മനുഷ്യന്റെ ഈ അവസ്ഥയെ വരച്ചുകാട്ടുന്നത്. ചാണക്യൻ പറയുന്നു, കാട്ടിലെ ഏറ്റവും നേരായ മരങ്ങളാണ് മരം വെട്ടുകാർ ആദ്യം വെട്ടിക്കൊണ്ടുപോകുന്നതെന്ന്. ഒരു മരം വെട്ടുകാരൻ കോടാലിയുമായി കാട്ടിലേക്ക് കടക്കുമ്പോൾ അയാളുടെ കണ്ണുകൾ ആദ്യം തിരയുന്നത് വളരെ നേരെയുള്ള വളവുകളില്ലാത്ത മരങ്ങളെയാണ്. കാരണം ആ മരങ്ങൾ വെട്ടിയെടുക്കാൻ വളരെ എളുപ്പമാണ്. അവയെ തടികൊണ്ടുള്ള ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനും എളുപ്പമാണ്. എന്നാൽ വളഞ്ഞുപുളഞ്ഞു നിൽക്കുന്ന മരങ്ങളെ അയാൾ വെറുതെ വിടുന്നു. കാരണം അവയെ വെട്ടാൻ ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ അവയെക്കൊണ്ട് അയാൾക്ക് വലിയ പ്രയോജനവുമില്ല. പ്രകൃതിയിലെ ഈ നിയമം തന്നെയാണ് മനുഷ്യരുടെ ഇടയിലും സംഭവിക്കുന്നത്. സമൂഹത്തിൽ അമിതമായ നന്മയുള്ളവരെയും വളരെ നേരായ വഴിയിൽ നടക്കുന്നവരെയും ആരെയും വേദനിപ്പിക്കാൻ ആഗ്രഹിക്കാത്തവരെയും മറ്റുള്ളവർ വളരെ എളുപ്പത്തിൽ വഞ്ചിക്കുകയും ചൂഷണം ചെയ്യുകയും ചെയ്യുന്നു. നിങ്ങളുടെ സ്വന്തം ജീവിതത്തിലേക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുമുള്ളവരുടെ ജീവിതത്തിലേക്കോ ഒന്ന് തിരിഞ്ഞു നോക്കുക. ഓഫീസിൽ ഏറ്റവും കൂടുതൽ ജോലി ചെയ്യേണ്ടി വരുന്നത് ആരാണ്? എന്ത് ജോലി കൊടുത്താലും മറുത്തൊന്നും പറയാതെ ചിരിച്ചുകൊണ്ട് ഏറ്റെടുക്കുന്ന ആൾക്കാണ് എപ്പോഴും കൂടുതൽ ഭാരം നൽകപ്പെടുന്നത്. അയാൾക്ക് സ്വന്തമായി സമയമില്ലെന്നോ അയാൾക്ക് ബുദ്ധിമുട്ടുണ്ടെന്നോ ആരും ചിന്തിക്കുന്നില്ല. കാരണം അയാൾ ഇല്ല എന്ന് പറയില്ല എന്ന് എല്ലാവർക്കും അറിയാം. നേരെ മറിച്ച് തനിക്ക് പറ്റില്ല എന്ന് മുഖത്തുനോക്കി പറയുന്ന, തന്റെ അവകാശങ്ങളെക്കുറിച്ച് ബോധ്യമുള്ള ഒരാളെ അധികപ്പടിയായ ജോലി നൽകി ചൂഷണം ചെയ്യാൻ മേലധികാരികൾ പോലും മടിക്കും. ഇവിടെ ആരാണ് നേരായ മരം? എല്ലാം സഹിക്കുന്ന ആ നല്ല മനുഷ്യനാണ് ഇവിടെ വെട്ടിമാറ്റപ്പെടുന്ന നേരായ മരം. സൗഹൃദങ്ങളുടെയും ബന്ധങ്ങളുടെയും കാര്യത്തിലും ഇതുതന്നെയാണ് സംഭവിക്കുന്നത്. ഒരു കൂട്ടം സുഹൃത്തുക്കൾക്കിടയിൽ എപ്പോഴും പണം ചിലവാക്കുന്ന, മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക് എപ്പോഴും ഓടിയെത്തുന്ന ഒരു വ്യക്തിയുണ്ടാകും. മറ്റുള്ളവർക്ക് എന്തെങ്കിലും ചെറിയ വിഷമം വന്നാൽ അയാൾ ഓടിയെത്തും. എന്നാൽ ആ നല്ല മനുഷ്യൻ ഒരു പ്രതിസന്ധി വരുമ്പോൾ ഈ പറഞ്ഞ സുഹൃത്തുക്കൾ ആരും തന്നെ കൂടെയുണ്ടാകില്ല. അയാളുടെ നന്മയെ ഒരു അവകാശമായിട്ടാണ് മറ്റുള്ളവർ കാണുന്നത്. അയാൾ അങ്ങനെ ചെയ്തേ മതിയാകൂ എന്ന് അവർ വിശ്വസിക്കുന്നു. എന്നാൽ തിരിച്ചൊന്നും നൽകാൻ അവർ തയ്യാറാകില്ല. അമിതമായ നന്മയുള്ള ഒരു വ്യക്തി എപ്പോഴും മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾക്ക് മുൻഗണന നൽകുന്നു. തനിക്കിഷ്ടമില്ലാത്ത കാര്യങ്ങൾ പോലും മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അവർ ചെയ്യുന്നു. താൻ കാരണം മറ്റൊരാൾക്കൊരു ചെറിയ വിഷമം പോലും ഉണ്ടാകരുത് എന്ന് അവർ ആഗ്രഹിക്കുന്നു. ഈ ആഗ്രഹം അവരെ വലിയൊരു കെണിയിലാണ് കൊണ്ടെത്തിക്കുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്: നന്മയും വിഡ്ഢിത്തവും തമ്മിലുള്ള വ്യത്യാസം. ഒരാളെ സഹായിക്കുന്നത് നന്മയാണ്. എന്നാൽ അയാൾ നിങ്ങളെ ഉപയോഗിക്കുകയാണെന്ന് അറിഞ്ഞിട്ടും വീണ്ടും വീണ്ടും സഹായിക്കുന്നത് വിഡ്ഢിത്തമാണ്. മറ്റുള്ളവരോട് ക്ഷമിക്കുന്നത് നന്മയാണ്. എന്നാൽ നിങ്ങളെ നിരന്തരം ദ്രോഹിക്കുന്ന ഒരാളോട് എപ്പോഴും ക്ഷമിച്ച് നിങ്ങളുടെ ആത്മാഭിമാനം നശിപ്പിക്കുന്നത് വിഡ്ഢിത്തമാണ്. ചാണക്യൻ പറയുന്നത് ഒരിക്കലും നന്മ ചെയ്യരുത് എന്നല്ല, മറിച്ച് നന്മ അർഹിക്കുന്നവർക്ക് മാത്രം അത് നൽകുക എന്നാണ്. നിങ്ങളുടെ നന്മയെ ബഹുമാനിക്കാത്ത, അതിന് വില കൽപ്പിക്കാത്ത ആളുകളുടെ മുൻപിൽ നിങ്ങളുടെ നന്മ ഒരു ദൗർബല്യമായി മാറും. അതുകൊണ്ട് അമിതമായ നന്മ ഒഴിവാക്കി കുറച്ച് സ്വാർത്ഥത ശീലിക്കാൻ ചാണക്യൻ ഓർമ്മിപ്പിക്കുന്നു. സ്വാർത്ഥത എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വരുന്നത് വളരെ മോശമായൊരു കാര്യമായാണ്. മറ്റുള്ളവരെ ദ്രോഹിച്ച് സ്വന്തം കാര്യം നേടുന്നതാണ് സ്വാർത്ഥത എന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. എന്നാൽ ചാണക്യൻ ഉദ്ദേശിക്കുന്ന സ്വാർത്ഥത അതല്ല.
അത് സ്വയം സംരക്ഷിക്കാനുള്ളൊരു കരുതലാണ്. നിങ്ങളുടെ സമയം, നിങ്ങളുടെ ഊർജം, നിങ്ങളുടെ പണം, നിങ്ങളുടെ സന്തോഷം എന്നിവയ്ക്ക് മറ്റെന്തിനേക്കാളും വില നൽകുക എന്നതാണ് ആ സ്വാർത്ഥത. മറ്റുള്ളവരെ സഹായിക്കുന്നതിനു മുൻപ് നിങ്ങൾ നിങ്ങളെ തന്നെ സഹായിക്കാൻ പഠിക്കണം. വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോൾ എയർ ഹോസ്റ്റസ് നൽകുന്ന ഒരു നിർദ്ദേശമുണ്ട്. അപകടമുണ്ടാകുമ്പോൾ ഓക്സിജൻ മാസ്ക് താഴേക്ക് വീഴും. അപ്പോൾ മറ്റുള്ളവരെ സഹായിക്കുന്നതിനു മുൻപ് സ്വന്തം മുഖത്ത് മാസ്ക് ധരിക്കണം എന്ന്. കാരണം നിങ്ങൾ സുരക്ഷിതനാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മറ്റൊരാളെ സഹായിക്കാൻ കഴിയൂ. ജീവിതത്തിലും ഇതുതന്നെയാണ് നിയമം. നിങ്ങളുടെ സന്തോഷവും സമാധാനവും നഷ്ടപ്പെടുത്തിക്കൊണ്ട് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്നത് വലിയൊരു തെറ്റാണ്. എങ്ങനെയാണ് നമ്മൾ ഈ അമിതമായ നന്മയിൽ നിന്ന് പുറത്തുവരിക? അതിനാദ്യം ചെയ്യേണ്ടത് ഇല്ല എന്ന് പറയാൻ പഠിക്കുക എന്നതാണ്. നമ്മളിൽ പലർക്കും ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് മറ്റൊരാളോട് ഒരു കാര്യത്തിന് ഇല്ല എന്ന് പറയുന്നത്. അവർക്ക് വിഷമമാകുമോ, അവർ നമ്മളെക്കുറിച്ച് മോശമായി വിചാരിക്കുമോ എന്നൊക്കെയുള്ള ഭയമാണ് ഇതിന് കാരണം. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ ഒരു ഇല്ല കേൾക്കുമ്പോൾ നിങ്ങളെ വെറുക്കുന്ന ഒരാൾ ഒരിക്കലും നിങ്ങളുടെ യഥാർത്ഥ സുഹൃത്തോ അഭ്യുദയകാംക്ഷിയോ ആയിരിക്കില്ല. അവർക്ക് നിങ്ങളെയല്ല, നിങ്ങളുടെ സഹായത്തെ മാത്രമാണ് ആവശ്യം. നിങ്ങളുടെ പരിമിതികളെ മനസ്സിലാക്കുകയും നിങ്ങളുടെ തീരുമാനങ്ങളെ ബഹുമാനിക്കുകയും ചെയ്യുന്നവർ മാത്രമേ നിങ്ങളുടെ ജീവിതത്തിൽ തുടരാൻ അർഹതയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് താൽപ്പര്യമില്ലാത്ത, നിങ്ങളുടെ സമയവും ഊർജവും നഷ്ടപ്പെടുത്തുന്ന കാര്യങ്ങളോട് വളരെ വ്യക്തമായി തന്നെ ഇല്ല എന്ന് പറയാൻ ശീലിക്കുക. രണ്ടാമത്തെ കാര്യം അതിരുകൾ നിശ്ചയിക്കുക എന്നതാണ്. മറ്റുള്ളവർക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്രത്തോളം കടന്നുവരാം എന്നതിന് ഒരു വ്യക്തമായ അതിർവരമ്പ് ഉണ്ടായിരിക്കണം. നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെടാനോ നിങ്ങളെ നിയന്ത്രിക്കാനോ ആരെയും അനുവദിക്കരുത്. അത് എത്ര അടുത്ത ബന്ധുവായാലും സുഹൃത്തായാലും ശരി. നിങ്ങളുടെ തീരുമാനങ്ങൾ നിങ്ങളുടേത് മാത്രമായിരിക്കണം. ഈ അതിരുകൾ ലംഘിക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ അത് വളരെ കൃത്യമായി അവരെ അറിയിക്കണം. തുടക്കത്തിൽ ഇത് മറ്റുള്ളവർക്ക് അല്പം അഹങ്കാരമായി തോന്നിയേക്കാം. അവർ നിങ്ങളെ കുറ്റപ്പെടുത്തിയേക്കാം. കാരണം നാളിതുവരെ അവർ കണ്ടിരുന്നത് എന്തു പറഞ്ഞാലും കേൾക്കുന്ന നിങ്ങളെയാണ്. അതിൽ നിന്നുള്ള നിങ്ങളുടെ മാറ്റം അവർക്ക് പെട്ടെന്ന് അംഗീകരിക്കാൻ കഴിഞ്ഞില്ലെന്ന് വരും. എന്നാൽ കാലക്രമേണ അവർ നിങ്ങളുടെ അതിരുകളെ ബഹുമാനിക്കാൻ തുടങ്ങും. മൂന്നാമത്തെ കാര്യം, എല്ലാവരെയും പ്രീതിപ്പെടുത്താൻ ശ്രമിക്കാതിരിക്കുക. ഈ ലോകത്ത് എല്ലാവരെയും ഒരേ സമയം സന്തോഷിപ്പിക്കാൻ ആർക്കും കഴിയില്ല. നിങ്ങൾ എത്രത്തോളം എല്ലാവർക്കും നല്ലവനാകാൻ ശ്രമിക്കുന്നുവോ അത്രത്തോളം നിങ്ങൾ നിങ്ങൾക്ക് തന്നെ മോശക്കാരനായി മാറും. മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്നത് അവരുടെ മാത്രം പ്രശ്നമാണ്. അതിൽ നിങ്ങൾക്ക് ഒരു നിയന്ത്രണവുമില്ല. നിങ്ങളുടെ പ്രവൃത്തികൾ ശരിയാണോ എന്ന് നിങ്ങളുടെ മനസാക്ഷിയോട് മാത്രം ചോദിക്കുക. മറ്റുള്ളവരുടെ കയ്യടി നേടാൻ വേണ്ടി നിങ്ങളുടെ മൂല്യങ്ങളെയും വിശ്വാസങ്ങളെയും ഒരിക്കലും അടിയറവ് വയ്ക്കരുത്. നമ്മൾ ജീവിക്കുന്നത് വളരെ മത്സരാധിഷ്ഠിതമായ ഒരു ലോകത്താണ്. ഇവിടെ ദുർബലരെയും അമിതമായി വിട്ടുവീഴ്ച ചെയ്യുന്നവരെയും സമൂഹം ചവിട്ടിമെതിക്കും. നിങ്ങൾ നേരായ മരമായി നിന്നാൽ നിങ്ങളെ വെട്ടിവീഴ്ത്താൻ ചുറ്റും കോടാലിയുമായി ആളുകളുണ്ടാകും. എന്നാൽ നിങ്ങൾ അല്പം വളവും കരുത്തുമുള്ള മരമാണെങ്കിൽ നിങ്ങളെ തൊടാൻ അവർ ഭയപ്പെടും. ഇതിനർത്ഥം നിങ്ങൾ മറ്റുള്ളവരെ ദ്രോഹിക്കുന്ന ഒരു ദുഷ്ടമനുഷ്യനാകണം എന്നല്ല, മറിച്ച് നിങ്ങളെ ദ്രോഹിക്കാൻ ആരെയും അനുവദിക്കാത്ത അത്ര കരുത്തനാകണം എന്നാണ്. നിങ്ങളുടെ നന്മ നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ടാകണം. അത് അർഹിക്കുന്നവർക്ക് മാത്രം നൽകാനുള്ള ഒരു വിലപ്പെട്ട സമ്മാനമായി അതിനെ സൂക്ഷിക്കുക. വഴിയിൽ കാണുന്ന എല്ലാവർക്കും വാരിക്കോരി കൊടുക്കാനുള്ളതല്ല നിങ്ങളുടെ നന്മ. ചില സമയങ്ങളിൽ നമ്മൾക്ക് തോന്നും, നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്തിട്ടും അവർക്ക് ഒരു നന്ദിയുമില്ലല്ലോ എന്ന്. നന്ദി പ്രതീക്ഷിച്ചുകൊണ്ട് ഒരിക്കലും ആർക്കും ഒരു സഹായവും ചെയ്യരുത്. നിങ്ങളൊരു കാര്യം ചെയ്യുന്നത് നിങ്ങളുടെ സ്വന്തം താൽപ്പര്യപ്രകാരമായിരിക്കണം. മറ്റൊരാൾ തിരിച്ച് എന്തു ചെയ്യും എന്നതിനെ അടിസ്ഥാനമാക്കിയാകരുത്. അങ്ങനെയാകുമ്പോൾ അവർ നന്ദികേട് കാണിച്ചാലും നിങ്ങൾക്ക് വലിയ വിഷമമുണ്ടാകില്ല. മനുഷ്യരുടെ സ്വഭാവം വളരെ വിചിത്രമാണ്. നിങ്ങൾ അവർക്കുവേണ്ടി ചെയ്യുന്ന 99 കാര്യങ്ങൾ അവർ മറക്കും. എന്നാൽ നിങ്ങൾ ചെയ്യാതെ പോയ ഒരു കാര്യത്തിന്റെ പേരിൽ അവർ നിങ്ങളെ കുറ്റപ്പെടുത്തും. ഇതാണ് സമൂഹത്തിന്റെ പൊതുവായ ഒരു രീതി. ഇത് മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ ജീവിതത്തിൽ വലിയ നിരാശകൾ ഒഴിവാക്കാം. സ്വയം സ്നേഹിക്കുക എന്നതാണ് ഇതിനെല്ലാം ഉള്ള ഏറ്റവും വലിയ പരിഹാരം. നിങ്ങളെത്തന്നെ നിങ്ങൾ ബഹുമാനിച്ചില്ലെങ്കിൽ മറ്റാരും നിങ്ങളെ ബഹുമാനിക്കില്ല. നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കും ഹോബികൾക്കും നിങ്ങളുടെ വിശ്രമത്തിനും സമയം കണ്ടെത്തുക. സ്വയം സന്തോഷമായിരിക്കാൻ ശ്രമിക്കുക. അമിതമായ നന്മയുള്ള ആളുകൾ എപ്പോഴും സ്വന്തം സന്തോഷം മാറ്റിവെച്ചാണ് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നത്. അവസാനം അവർക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ അവർക്കു വേണ്ടി ജീവിച്ച നിമിഷങ്ങൾ വളരെ കുറവായിരിക്കും. ഈ അവസ്ഥയുണ്ടാകരുത്. നിങ്ങളുടെ ജീവിതത്തിന്റെ കേന്ദ്രം നിങ്ങൾ തന്നെയാകണം. നന്മയും സ്വാർത്ഥതയും തമ്മിലുള്ള ഒരു സന്തുലിതാവസ്ഥയാണ് ഒരു വ്യക്തിക്ക് എപ്പോഴും വേണ്ടത്. അമിതമായ നന്മ നിങ്ങളെ ഒരു ഇരയാക്കി മാറ്റും. അമിതമായ സ്വാർത്ഥത നിങ്ങളെ സമൂഹത്തിൽ ഒറ്റപ്പെടുത്തും. ഈ രണ്ടിനുമിടയിലുള്ള ഒരു പാതയാണ് നാം തിരഞ്ഞെടുക്കേണ്ടത്. എവിടെ നന്മ കാണിക്കണം, എവിടെ കർശനമായി പെരുമാറണം എന്ന് തിരിച്ചറിയാനുള്ള വിവേകമാണ് നമുക്ക് വേണ്ടത്. ചാണക്യന്റെ വാക്കുകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഈ വിവേകത്തിന്റെ പ്രാധാന്യമാണ്.
നിങ്ങളൊരു നല്ല മനുഷ്യനായിരിക്കുക, എന്നാൽ ആ നന്മ മറ്റുള്ളവർക്ക് നിങ്ങളെ ചൂഷണം ചെയ്യാനുള്ള ഒരു ആയുധമായി മാറാൻ ഒരിക്കലും അനുവദിക്കാതിരിക്കുക. കാട്ടിലെ നേരായ മരങ്ങൾ പോലെ എളുപ്പത്തിൽ വെട്ടിവീഴ്ത്തപ്പെടാൻ നിൽക്കാതെ സ്വന്തം വേരുകളുറപ്പിച്ച് സ്വന്തം ഇടം കണ്ടെത്തി ശക്തമായി നിലകൊള്ളാൻ പഠിക്കുക. നിങ്ങളുടെ നന്മ നിങ്ങളുടെ ശക്തിയായി മാറണം, ഒരിക്കലും നിങ്ങളുടെ ദൗർബല്യമായി മാറരുത്. ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്.